മതസ്പർദ്ധ വളർത്തുന്ന പ്രസംഗത്തിനെതിരെയുള്ള കേസിൽ മുൻകൂർ ജാമ്യം തേടി വെള്ളാപ്പള്ളി നടേശൻ ഹൈക്കോടതിയെ സമീപിച്ചു. ഇരകൾക്കെതിരായ സർക്കാരിന്റെ വിവേചനപരമായ നിലപാട് പറയുക മാത്രമാണ് താൻ ചെയ്തിട്ടുള്ളതെന്നാണ് വെള്ളാപ്പള്ളിയുടെ വാദം. ഹർജി സർക്കാർ നിലപാട് അറിയിക്കാൻ മറ്റന്നാളത്തേക്ക് മാറ്റി. വിവാദ പ്രസംഗത്തിനെതിരെ പോലീസ് നടപടികൾ തുടരുന്ന സാഹചര്യത്തിലാണ് SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ മുൻകൂർ ജാമ്യം തേടിയത്. താൻ മാന്യമായി ജീവിക്കുന്ന വ്യക്തിയാണെന്നും മതവിദ്വേഷം വളർത്തുന്ന രീതിയിൽ പ്രസംഗിച്ചിട്ടില്ലെന്നും പുതിയ രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ചതിലെ വിദ്വേഷമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നതെന്നും ഹർജിയിൽ പറയുന്നു. തന്നെ അറസ്റ്റ് ചെയ്യേണ്ട സാഹചര്യം ഒഴിവാക്കണമെന്നും ഹർജിയിൽ ആവശ്യപ്പെടുന്നുണ്ട്. മതസ്പർദ്ധ വളർത്തിയതിന് തെളിവില്ലെന്നും തനിക്കെതിരെ മുസ്ലിം സംഘടനാ നേതാക്കൾ ആരും പരാതി നൽകിയിട്ടില്ലെന്നും ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. KPCC പ്രസിഡന്റ് VM സുധീരൻ നൽകിയ കത്തിന്റെ അടിസ്ഥാനത്തിൽ ആഭ്യന്തരമന്ത്രി നൽകിയ നിർദ്ദേശം പോലീസ് അന്വേഷണം നടത്താതെ നടപ്പാക്കുകയായിരുന്നുവെന്നും വെള്ളാപ്പള്ളി ആരോപിക്കുന്നു. ഹർജി ഫയലിൽ സ്വീകരിച്ച ജസ്റ്റിസ് AM ഹരിപ്രസാദ് സർക്കാർ നിലപാട് അറിയിക്കാൻ മാറ്റിവെച്ചു. അതേസമയം കേസിൽ പരാതിക്കാരനായ TN പ്രതാപൻ MLA-യിൽ നിന്നും അന്വേഷണ സംഘം തൃശൂരിൽ മൊഴി രേഖപ്പെടുത്തി. വെള്ളാപ്പള്ളിയുടെ നാക്ക് പിഴച്ചതല്ലെന്നും ബോധപൂർവം പ്രസംഗിച്ചതാണെന്നുമുള്ള തെളിവ് താൻ കൈമാറിയതായി പ്രതാപൻ പറഞ്ഞു. ബോധപൂർവം ഒരു നാവിൽ നിന്ന് വന്ന ഒരു പെശകല്ല. പ്രസംഗത്തിന് ശേഷം നടത്തിയ മാധ്യമ സമ്മേളനത്തിലും ഇത് ആവർത്തിക്കുകയുണ്ടായി. അപ്പോൾ സ്വാഭാവികമായും അത്തരത്തിൽ ബോധപൂർവം നടന്നത് ഇനി ഉണ്ടാകാൻ പാടില്ല, നടത്തുന്നവർക്കെതിരെ നടപടി സ്വീകരിക്കണം. ഇതിനു വേണ്ടിയിട്ടാണ് ഞാൻ ആഭ്യന്തരമന്ത്രിക്ക് പരാതി കൊടുത്തത്. ഹൈക്കോടതിയിലെ കേസിൽ താൻ കക്ഷി ചേരുന്നില്ലെന്നും TN പ്രതാപൻ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, കൊച്ചി, തൃശൂർ. ദില്ലിയിൽ പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്ത പ്രായപൂർത്തിയാകാത്ത പ്രതിയെ മോചിപ്പിച്ചത് സുപ്രീംകോടതി ശരിവെച്ചു. പ്രതിയുടെ മോചനം തടയണമെന്നാവശ്യപ്പെട്ടുള്ള വനിതാ കമ്മീഷന്റെ ഹർജി സുപ്രീംകോടതി തള്ളി. കുറ്റവാളിയെ തടവിൽ വയ്ക്കാനുള്ള നിയമം ഇല്ലെന്ന് സുപ്രീംകോടതി ചൂണ്ടിക്കാട്ടി. കുറ്റവാളിയുടെ മോചനം തടയുന്നതിനുള്ള അവസാന ശ്രമമായാണ് ദില്ലി വനിതാ കമ്മീഷൻ അധ്യക്ഷ സ്വാതി മാലിവാൾ സുപ്രീംകോടതിയെ സമീപിച്ചത്. പ്രത്യേക രീതിയിലുള്ള കേസാണിതെന്നും പ്രതിക്ക് തക്കതായ ശിക്ഷ ലഭിച്ചില്ലെന്നും ഹർജിയിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു. പ്രതിയുടെ മാനസികാവസ്ഥയിൽ മാറ്റം വന്നിട്ടുണ്ടോ എന്ന് പരിശോധിച്ച ശേഷമേ പ്രതിയെ വിട്ടയക്കാവൂ എന്നും മോചനം സമൂഹത്തിന് തെറ്റായ സന്ദേശം നൽകുമെന്നും വനിതാ കമ്മീഷൻ ഹർജിയിൽ ചൂണ്ടിക്കാട്ടി. എന്നാൽ ഹർജിയിലെ വികാരം മനസ്സിലാക്കുന്നുവെന്ന് പറഞ്ഞ സുപ്രീം കോടതി ഇക്കാര്യത്തിൽ നിയമത്തിന് പരിധിയുണ്ടെന്നറിയിച്ചു. നിലവിലെ നിയമങ്ങളിൽ മാറ്റം വരുത്താൻ കഴിയില്ല. 3 വർഷം പരമാവധി ശിക്ഷ പൂർത്തിയാക്കിയ ജുവനൈൽ കുറ്റവാളിയെ വീണ്ടും ജയിലിൽ പാർപ്പിക്കാനുമാകില്ല. കുറ്റവാളിയെ നിരീക്ഷിക്കാൻ സമിതിയെ വെക്കണമെന്ന ആവശ്യവും സുപ്രീം കോടതി തള്ളി. വിധിയിൽ ആശ്ചര്യമില്ലെന്നായിരുന്നു നിർഭയയുടെ മാതാപിതാക്കളുടെ പ്രതികരണം. अगर निर्भया के केस से किसी को सबक नहीं आया तो दुर्भाग्य है इस देश का, दुर्भाग्य है इस देश में जीने वाली महिलाओं को और समाज को. കുറ്റവാളിയെ സ്വതന്ത്രനാക്കിയ സുപ്രീം കോടതി വിധിയിൽ രാജ്യത്തെ കറുത്ത ദിനമാണിതെന്നായിരുന്നു വനിതാ കമ്മീഷൻ അധ്യക്ഷ സ്വാതി മാലിവാളിന്റെ പ്രതികരണം. കുറ്റവാളികളുടെ ശിക്ഷ ഉറപ്പാക്കുന്ന ബാലനീതി നിയമ ഭേദഗതി ചെയ്യാമെന്ന് കേന്ദ്ര സർക്കാർ പാർലമെന്റിനെ അറിയിച്ചു. ലോക്സഭ പാസാക്കിയ നിയമം ഇനി രാജ്യസഭ മാത്രം പാസാക്കിയാൽ മതി. നിയമത്തിന്റെ നിസ്സഹായസ്ഥ ചൂണ്ടിക്കാട്ടിയാണ് കുറ്റവാളിയുടെ മോചന ഉത്തരവിനെതിരെ നടപടി സ്വീകരിക്കാനാകില്ലെന്ന് സുപ്രീം കോടതി അറിയിച്ചത്. പാർലമെന്റിന്റെ അടിയന്തര ഇടപെടലിലേക്കാണ് കാര്യങ്ങൾ ഇനി വിരൽ ചൂണ്ടുന്നത്. മനുശങ്കർ, ന്യൂസ് ബ്യൂറോ, ദില്ലി. അതേസമയം ദില്ലി കൂട്ടമാനഭംഗ കേസിലെ കുറ്റവാളിയെ മോചിപ്പിച്ചതിനെതിരെ ദില്ലിയിൽ വൻ പ്രതിഷേധം. കൗമാര കുറ്റവാളിയുടെ മോചനത്തിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം പാർലമെന്റിനാണെന്ന് ജ്യോതി സിംഗിന്റെ പിതാവ് പറഞ്ഞു. നീതി തേടി ഇനി എങ്ങോട്ട് പോകണമെന്ന് അറിയില്ലെന്ന് മാതാവ് ആശാദേവി പീപ്പിൾ TVയോട് പ്രതികരിച്ചു. നിസ്സഹായതയുടെ പ്രതിരൂപങ്ങളായാണ് ദില്ലി ജന്തർ മന്ദിറിൽ ആശാദേവിയും ബദ്രിനാഥ് പാണ്ഡെയും പ്രതിഷേധത്തിൽ പങ്കുചേർന്നത്. അവസാന പ്രതീക്ഷയായ സുപ്രീം കോടതിയും കൈവിട്ടതോടെ നീതി തേടി എങ്ങോട്ട് പോകണമെന്നറിയാതെ അവർ പ്രതീക്ഷയേറ്റ് പ്രതികരിച്ചു. और कल हम अंतिम मिनट तक लड़ाई लड़े कि शायद हमारी आवाज किसी तक पहुंच जाएगी. ജുവനൈൽ നിയമം പാസാക്കുന്നത് കേന്ദ്ര സർക്കാർ വൈകിപ്പിച്ചു. നീതി ലഭിക്കാത്തതിൽ നിരാശയുണ്ടെന്നും കൗമാര കുറ്റവാളിയുടെ മോചനത്തിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം പാർലമെന്റിനെന്നും ജ്യോതി സിംഗിന്റെ പിതാവ് പറഞ്ഞു. पार्लियामेंट में बैठे हुए जो लोग हैं उनकी जिम्मेवारी है कि वो कुछ बनाए, कानून बनाए, चाहे जैसे भी मर्जी करें, उनकी जिम्मेवारी है ये. JNU, ഡൽഹി യൂണിവേഴ്സിറ്റികളിലെ വിദ്യാർത്ഥികളും വിവിധ സംഘടനകളും പ്രതിഷേധ സ്വരം മറച്ചുവച്ചില്ല. इस जुवेनाइल को छोड़ने का मतलब है सीधा सारी गर्ल्स की जो सेफ्टी है उसका इशू खड़ा होता है. तो वो तो कुछ भी क्राइम करेंगे और आराम से छूट जाएंगे. तो मैं अपनी सरकार और अपनी कोर्ट से मैं खुश नहीं हूँ. ये नाबालिग बाहर रहेगा
तो औरों के लिए भी खतरा करेगा। इसने ये क्राइम किया है तो इसकी सज़ा फांसी से कम नहीं होनी चाहिए। ദില്ലി സർക്കാരിനെയും കേന്ദ്ര സർക്കാരിനെയും കണക്കറ്റ് വിമർശിച്ച പ്രതിഷേധക്കാർ ബാലനീതി നിയമ ഭേദഗതി ചെയ്യുന്നതുവരെ പ്രതിഷേധ സ്വരം തുടരുമെന്നും വ്യക്തമാക്കി. നിയമത്തിന്റെ ചട്ടക്കൂടി ചൂണ്ടിക്കാട്ടി സുപ്രീം കോടതി പ്രതിയുടെ മോചനം ശരിവച്ചതോടുകൂടി വലിയ പ്രതിഷേധത്തിനാണ് രാജ്യതലസ്ഥാനം സാക്ഷ്യം വഹിച്ചിരിക്കുന്നത്. ക്യാമറാമാൻ ശൈലേഷ് കലായിക്കൊപ്പം മനീഷ് ശങ്കർ, ന്യൂസ് ബ്യൂറോ, ദില്ലി. 43 വർഷത്തിനു ശേഷം ഇറാഖ് സൗന്ദര്യ മത്സരത്തിന് വേദിയായി. ബാഗ്ദാദിലെ ഒരു ഹോട്ടലിലായിരുന്നു മത്സരം. 20 വയസ്സുകാരി ഷൈമ അബ്ദുൾ റഹ്മാൻ മിസ് ഇറാഖായി തിരഞ്ഞെടുക്കപ്പെട്ടു. വെടിയൊച്ചകളുടെയും മതം കൂച്ചുവിലങ്ങിട്ട സ്വാതന്ത്ര്യത്തിന്റെയും വേദിയിൽ സൗന്ദര്യത്തെ തേടി ഒരു യാത്ര. അക്ഷരാർത്ഥത്തിൽ അതായിരുന്നു 43 വർഷത്തിന് ശേഷം ഇറാഖിൽ നടന്ന സൗന്ദര്യ മത്സരം. ബാഗ്ദാദിലെ ഒരു ഹോട്ടലിൽ നടന്ന മത്സരത്തിൽ മരതക കണ്ണുമായി എത്തിയ 20 വയസ്സുകാരി ഷൈമ അബ്ദുൾ റഹ്മാൻ മിസ് ഇറാഖായി തെരഞ്ഞെടുക്കപ്പെട്ടു. മത്സരത്തിന് സാക്ഷിയാകാൻ നിരവധി പേർ എത്തിയിരുന്നു. കടുത്ത മതവാദത്തിന്റെ പശ്ചാത്തലത്തിലാണ് 4 പതിറ്റാണ്ടായി ഇറാഖിൽ സൗന്ദര്യ മത്സരം നടത്താതിരുന്നത്. ഇറാഖ് വീണ്ടും പുരോഗമനപരമായി ചിന്തിക്കുന്നതിൽ സന്തോഷമുണ്ടെന്ന് മിസ് ഇറാഖായി തെരഞ്ഞെടുക്കപ്പെട്ട ഷൈമ പറഞ്ഞു. ومن هذا الصير يعني تطورات جديدة بالعراق كانتخابنا لملكة جمال العراق اليوم الحفل كان كبير جدا وشيء فرحنا كنا ورسم البسمة على മിസ് ഇറാഖായി തെരഞ്ഞെടുക്കപ്പെട്ടതിലൂടെ ലഭിക്കുന്ന അവസരങ്ങൾ വിദ്യാഭ്യാസ രംഗത്ത് പിന്നാക്കം നിൽക്കുന്ന കുട്ടികളെ സഹായിക്കാൻ ഉപയോഗിക്കുമെന്നും ഷൈമയുടെ ഉറപ്പ്. ഇറാഖിലെ മൗസുൽ അണക്കെട്ടിന്റെ പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് തനിക്ക് കഴിയുന്നത് ചെയ്യുമെന്നായിരുന്നു മറ്റൊരു മത്സരാർത്ഥിയുടെ അഭിപ്രായം. ഷൈമ ലോകസുന്ദരി മത്സരത്തിൽ ഇറാഖിനെ പ്രതിനിധീകരിക്കുകയും ചെയ്യും. ന്യൂസ് ഡെസ്ക്. ലോകപ്രശസ്തരായ 2 കാറോട്ട രാജാക്കന്മാർ നേർക്കുനേർ. വോഗൺ ഗിറ്റിൻ ജൂനിയർ മസ്റ്റാഗ് RTR ഉപയോഗിച്ചപ്പോൾ ഡിയാഗോ സൈറ്റോ ഉപയോഗിച്ചത് ലംബോർഗിനിയായിരുന്നു. ഇരു കമ്പനികളുടെയും ഡ്രിഫ്റ്റിംഗ് കാറുകളുടെ പ്രചാരണാർത്ഥം തയ്യാറാക്കിയ ഡ്രിഫ്റ്റിംഗ് വീഡിയോയിലാണ് താരങ്ങൾ നേർക്കുനേർ പ്രത്യക്ഷപ്പെട്ടത്. കണ്ണഞ്ചിപ്പിക്കുന്ന വേഗത, ഹോളിവുഡ് സിനിമകളെ തോൽപ്പിക്കുന്ന രംഗങ്ങൾ, ജപ്പാനിലെ നീഗാറ്റ ഗ്രാമവുമായി ബന്ധപ്പെട്ടു കിടക്കുന്ന ഉൾവനങ്ങളും മലനിരകളും സാക്ഷിയായത് അത്തരമൊരു രംഗത്തിനായിരുന്നു. ഇരു കമ്പനികളും തങ്ങളുടെ പുതിയ വാഹനങ്ങളുടെ പ്രത്യേകതകൾ ഒന്നൊന്നായി വീഡിയോയിലൂടെ പറഞ്ഞു തന്നു. 550 VHP V8 RTR ആണ് മസ്റ്റാങ് അവതരിപ്പിച്ചത്. ലംബോർഗിനി ആകട്ടെ ഡിയാഗോയുടെ കൈകളിൽ ഏൽപ്പിച്ചത് 650 HP V12 ഡ്രിഫ്റ്റാണ്. റേസിനായി ഒരുക്കിയ ഇരു വാഹനങ്ങൾക്കും ഒരു ചെകുത്താന്റെ രൂപമായിരുന്നു. 2016 ഫോർഡ് മസ്റ്റാഗിന്റെ ഈ വാഹനം പുറത്തിറങ്ങുന്നത്. അലുമിനാഡോർ എഞ്ചിനാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അതേസമയം ലംബോർഗിനി മുർസിലാഗോ 2016 മധ്യത്തോടെ വിപണിയിലെത്തും. 2004 മുതൽ ഡ്രിഫ്റ്റ് സീരീസുകളിൽ സജീവമായ വോഗൺ നിരവധി ചാമ്പ്യൻഷിപ്പുകളിൽ ജേതാവാണ്. ജാപ്പനീസ് ഡ്രിഫ്റ്റ് ഡ്രൈവറായ ഡിയാഗോ 2008 പ്രൊഫഷണൽ സീരീസിൽ എത്തുന്നത്. ന്യൂസ് ഡെസ്ക്. ജൈവജ്യോതി പദ്ധതിയുടെ ഭാഗമായി കോഴിക്കോട് ജൈവവിളകളുടെ വിളവെടുപ്പും പ്രദർശനവും സംഘടിപ്പിച്ചു. നടി മഞ്ജു വാര്യർ ആദ്യ വിളവെടുപ്പ് നടത്തി. മന്ത്രി MK മുനീർ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. ജൈവ കൃഷി പ്രോത്സാഹിപ്പിക്കുന്നതിനും ജൈവ കാർഷിക രംഗത്ത് ആവശ്യമായ സാങ്കേതിക സഹായങ്ങൾ ലഭ്യമാക്കുന്നതിനുമുള്ള പരിശ്രമങ്ങളുടെ ഭാഗമായാണ് കോഴിക്കോട് ജില്ലാ മിഷന്റെ നേതൃത്വത്തിൽ ഗ്രീൻ ടെക്നീഷ്യൻ എന്ന സംരംഭത്തിന് തുടക്കം കുറിച്ചത്. ഇവരുടെ സഹായത്തോടെയാണ് വിഷരഹിത പച്ചക്കറി ആരോഗ്യമുള്ള ജനത എന്ന സന്ദേശവുമായി കുടുംബശ്രീ നടപ്പാക്കിയ മട്ടുപ്പാവ് കൃഷിയിലൂടെ ഉൽപ്പാദിപ്പിച്ച പച്ചക്കറി വിളവെടുപ്പിന്റെ ഉദ്ഘാടനം നടന്നത്.
ഹൗ ഓൾഡ് ആർ യു എന്ന ചിത്രത്തിലൂടെ മട്ടുപ്പാവ് കൃഷിയെ മലയാളികൾക്ക് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തി തന്ന മഞ്ജു വാര്യരാണ് ആദ്യ വിളവെടുപ്പ് നടത്തിയത്. ഈ ആൾക്കാരുടെ ഉള്ളിലെ ഒരു ബോധം ഇളക്കി കൊടുക്കാൻ ഒരു അറിഞ്ഞോ അറിയാതെ ഒരു നിമിത്തമായത് എനിക്ക് ഭാഗമാകാൻ സാധിച്ച ഹൗ ഓൾഡ് ആർ യു എന്നുള്ള സിനിമയായിരുന്നു. എന്തായാലും നമ്മൾ സ്വയം പര്യാപ്തതയിലേക്ക് ഏകദേശം എത്തിക്കഴിഞ്ഞു എന്നുള്ളതിൻ്റെ ഒരു സന്ദേശമാണ്. അതിനൊരു നിമിത്തമാവാൻ എവിടെയോ സാധിച്ചതിൽ ഞാനും ദൈവത്തിനോട് നന്ദി പറയുകയാണ്. സീക്കൻ ക്രൈസ്വുഡ് അപ്പാർട്ട്മെന്റിലെ കുടുംബങ്ങളാണ് മട്ടുപ്പാവ് കൃഷി നടത്തിയത്. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബാബു പറശ്ശേരി ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു. യാതൊരു രാസവളവും ഉപയോഗിക്കാതെ നടത്തിയ കൃഷിയിലൂടെ ഉൽപ്പാദിപ്പിച്ചവയായിരുന്നു പച്ചക്കറികൾ. ഉൽപ്പന്നങ്ങളുടെ വിളവെടുപ്പിന് ഒപ്പം ജൈവ കാർഷിക ഉൽപ്പന്നങ്ങളുടെ പ്രദർശനവും സംഘടിപ്പിച്ചിരുന്നു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. തടിച്ച ശരീരമുള്ളവർ മെലിയാൻ ശ്രമിക്കുന്നത് പോലെ തന്നെയാണ് അമിതമായി മെലിഞ്ഞവർ തടിക്കാനുള്ള ശ്രമവും. മെലിയാൻ ശ്രമിക്കുന്നവർ കൂടുതലായതുകൊണ്ട് അത്തരക്കാരെ നമ്മൾ അറിയാതെ പോകുന്നുവെന്ന് മാത്രം. ഇതാ തടിക്കാൻ ആഗ്രഹമുള്ളവർക്ക് ചില മാർഗങ്ങൾ. മെലിഞ്ഞ ശരീരപ്രകൃതി പലരെയും വിഷമിപ്പിക്കുന്ന ഒന്നാണ്. പുഷ്ടിയുള്ള ശരീരം ഉണ്ടാകാൻ വേണ്ടി പല മരുന്നുകളും പരീക്ഷിച്ച് പരാജയപ്പെട്ടിട്ടുമുണ്ടാകും ചിലപ്പോൾ. എങ്കിൽ ചില നാട്ടുമരുന്നുകൾ ഒന്ന് പരീക്ഷിച്ചു നോക്കാവുന്നതാണ്. തുല്യ അളവിൽ അമുക്കുരുവും ഉണക്കമുന്തിരിയും നന്നായി ചതച്ച് 2 സ്പൂൺ വീതം 1 ഗ്ലാസ് പശുവിൻ പാലിൽ ചേർത്ത് നന്നായി തിളപ്പിച്ച് പതിവായി രാത്രി ഭക്ഷണത്തിന് ശേഷം കുടിച്ചാൽ തടിക്കാൻ എളുപ്പമാണെന്നാണ് പറയുന്നത്. അത്തിപ്പഴം ഉണങ്ങിയത് നന്നായി ചവച്ച് കഴിച്ചതിന് ശേഷം 200 മില്ലി ആട്ടിൻപാൽ കുടിക്കുന്നതും ഉത്തമമാകും. പരുത്തിക്കുരു 50 ഗ്രാം, അരമുറി തേങ്ങയുടെ 1/4 പാൽ, പനഞ്ചക്കര എന്നിവ ഉപയോഗിക്കുന്നതും തടി കൂട്ടും. ഇന്ദുപ്പും വെണ്ണയും ചേർത്ത് രാത്രി ആഹാരത്തോടൊപ്പം കുട്ടികൾക്ക് കൊടുത്താൽ കുട്ടികൾ തടി വയ്ക്കുന്നതിന് ഉപകാരപ്പെടുമെന്ന് പഠനങ്ങൾ തെളിയിക്കുന്നു. സംഗതി ഇതൊക്കെയാണെങ്കിലും അമിതവണ്ണം ഉണ്ടാകാതെ കാത്തു സൂക്ഷിക്കേണ്ടതുണ്ട്. കാരണം അമിതവണ്ണം എല്ലായ്പ്പോഴും അസുഖങ്ങളെ ക്ഷണിച്ചു വരുത്തുന്നതാണ്. അതിനാൽ ചിട്ടയായ വ്യായാമമില്ലെങ്കിൽ കഴിക്കുന്നത് ദഹിക്കാൻ ബുദ്ധിമുട്ടാവുകയും ശരീരത്തിൽ കൊഴുപ്പ് അടിയുകയും ചെയ്യുന്നു. ഇത് അമിതവണ്ണത്തിന് ഇടയാക്കും. അതിനാൽ ഉയരത്തിനും പ്രായത്തിനും അനുസരിച്ച് മാത്രം വണ്ണം വയ്ക്കാൻ ശ്രദ്ധിക്കുക. ന്യൂസ് ഡെസ്ക്. എബ്രിഡ് ഷൈൻ സംവിധാനം ചെയ്യുന്ന നിവിൻ പോളി ചിത്രം ആക്ഷൻ ഹീറോ ബിജുവിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്ററുകൾ പുറത്തിറങ്ങി. ബിജു പൗലോസ് എന്ന പോലീസ് ഓഫീസറുടെ വേഷമാണ് നിവിൻ ചിത്രത്തിൽ കൈകാര്യം ചെയ്യുന്നത്. ക്രിക്കറ്റിന്റെ കഥ പറഞ്ഞ 1983 എന്ന ഹിറ്റ് ചിത്രത്തിന് ശേഷം നിവിൻ പോളിയും എബ്രിഡ് ഷൈനും ഒന്നിക്കുന്ന ചിത്രമാണ് ആക്ഷൻ ഹീറോ ബിജു. നിവിൻ പോളി കിടിലൻ പോലീസ് വേഷത്തിലെത്തുന്ന ചിത്രത്തിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്ററുകൾ പുറത്തിറങ്ങി. ബിജു പൗലോസ് എന്ന സബ് ഇൻസ്പെക്ടറുടെ വേഷമാണ് ചിത്രത്തിൽ നിവിൻ കൈകാര്യം ചെയ്യുന്നത്. LJ ഫിലിംസിന്റെ ബാനറിൽ നിവിൻ പോളി തന്നെയാണ് ചിത്രം നിർമ്മിക്കുന്നതും. സ്വപ്നസഞ്ചാരി എന്ന ചിത്രത്തിൽ ജയറാമിന്റെയും സമൃദ്ധ സുനിലിന്റെയും മകളായി എത്തിയ അനു ഇമ്മാനുവലാണ് ചിത്രത്തിൽ നായികയായി എത്തുന്നത്. പ്രേമം ഫെയിം സായി പല്ലവി ഗസ്റ്റ് റോളിലെത്തുന്ന എന്ന പ്രത്യേകതയുമുണ്ട് ചിത്രത്തിന്. സംവിധായകൻ ജൂൺ ആന്റണി ജോസഫും ചിത്രത്തിൽ അഭിനയിക്കുന്നു. ചിത്രം ജനുവരിയിൽ തിയേറ്ററുകളിലെത്തും.